ഗായ്സ് അയക്കുള്ളിൽ അനിയൻ പുള്ളോർ തെങ്ങിന്റെ തടത്തിൽ മാന്തുന്നു എന്തെന്ന് ഏരേനെ പിടിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് തന്നെ നമ്മൾ അനിയൻ കൂട്ടൻ ഒരു ചൂണ്ടയിൽ പ്രൊഫഷണൽ ചൂണ്ടയിൽ ഒരു മീൻ കോർത്തിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ വട്ട കൊടുത്ത് വലിയ വട്ട വാങ്ങാൻ വേണ്ടിട്ട് ഏരേനെ കാണാത്തവർ കണ്ടോട്ടെ, സൂമാക്കിയിട്ട് കാണിച്ചു തരാം. അമ്പടെ പുളിസ് ഇങ്ങനെ ഞൊഴഞ്ഞൊഴാന്നിരിക്കുന്നതാ. ചൂണ്ട കണ്ടോ? ചൂണ്ട കാണാത്തവർക്ക് ചൂണ്ടയും കാണിച്ചു തരാം. ചൂണ്ടയും നമ്മുടെ വടിയിൽ ഇങ്ങനെ കണ്ണിക്ക് ഇങ്ങനെ കോർത്തിട്ടാണ് എടുക്കൽ സാധനം. ഇത് നാടൻ ചൂണ്ട. അപ്പൊ ഞമ്മന്റെ പിള്ളേർ ഏരേനെല്ലാം പിടിച്ച് ചേട്ടയിലാക്കിയിട്ട് കണ്ടത്തിലേക്ക് മീൻ പിടിക്കാൻ പോലെ ഗൈസ്. അതിന് മുമ്പേ അപ്പുറത്ത് അവർ മുഷുവിനെ പിടിച്ചിട്ടുണ്ട്. മുഷുവിനെ കാണാത്തവർക്ക് മുഷുവിനെയും കാണിച്ചു തരാം. കൊട്ടയും തായിട്ടതാ കണ്ട വലിയ മുഷു കണ്ട ചത്തോ. ഇപ്പൊ നേരത്തെ പിടിച്ച് കിട്ടതാ. നോക്കിയേ, ഇതാണ് മുഷു കഴിച്ചൽ എന്നെല്ലാം പറയും നമ്മുടെ നാട്ടിൽ. ഇപ്പൊ മുത്ത് ചൂണ്ടിട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, മീനെ പിടിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് കിട്ടുമെന്ന്. മീനെ കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ ചൂണ്ടയിൽ എങ്ങനെ ഏറെ കോർക്കാമെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാ ഇങ്ങനെ ആസനത്തിന് കുത്തി കയറ്റി ഇങ്ങനെ ഫുള്ളായിട്ട് കയറ്റും ഗൈസ്. എന്നിട്ടാണ് മീനെ പിടിക്കലിട്ടാ. മീനെ കിട്ടുന്നതും കാത്ത് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എന്റെ മോനെ, എന്റെ സാറെ കിട്ടി മോനെ, കിട്ടി. കരിമീനെ പോലത്തെ ഷേപ്പില്ല ഒരു സാധനം കിട്ടി. കണ്ട ഇവനെ കണ്ട നല്ല വറുത്തരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ കരിമീനെ കണക്കില്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയുന്ന കമന്റ് ചെയ്യണം കേട്ടോ. ഈ മീനെ അത് കാണുമ്പോൾ എനിക്കും ആവശ്യം. ഞാൻ എന്താക്കി ഒരു കൈ നോക്കാന്ന് വിചാരിച്ചിട്ട്